നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ എല്ലാ മുന്നണികളും വലിയ കണക്കുകൂട്ടലുകളാണ്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റും കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. പോളിംഗ് ശതമാനം ഇന്നലെയാണ് അന്തിമമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. വലിയ പ്രതീക്ഷകൾ രണ്ട് മുന്നണികളും കാഴ്ചവെക്കുന്നു എന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഇന്നും സമാനമായ വാർത്താ സമ്മേളനങ്ങളും ഒപ്പം പ്രതികരണങ്ങളും മറ്റും ഉണ്ടാകും. മറ്റൊന്ന്, ഹോർമുസുമായി ബന്ധപ്പെട്ട് ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു. റഷ്യ മധ്യസ്ഥ ചർച്ച നടത്താം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ അതൊന്നും സമാധാനത്തിന് ഒരു തരത്തിലും കാരണമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അമേരിക്കയും ഒപ്പം ഇറാനും രണ്ടുപേരും തങ്ങളുടെ കടുംപിടുത്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം നിർണായകമാണ്. ഇതെന്താണ് സംഭവിപ്പിക്കുക യഥാർത്ഥത്തിൽ ആഗോള എണ്ണ വിപണിയിലടക്കം ലോകക്രമത്തിലടക്കം എന്നുള്ളത് കാത്തിരുന്നു കാണണം. കാരണം ഹോർമുസ് കടലിലേക്ക് അടച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇതുവരെ നമുക്കറിയാം വലിയ നയതന്ത്ര നീക്കങ്ങളിലൂടെ നമ്മൾ എണ്ണ കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളുമായുള്ള സഹകരണത്തോടെ പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്താൻ സാധിച്ചു. പക്ഷേ ഇത് തുടർന്നാൽ എത്ര ദിവസം ഇങ്ങനെ പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ആശങ്കയോടെ നോക്കിക്കാണേണ്ടത്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. ഹോർമുസിൽ അമേരിക്കൻ ഉപരോധം തുടങ്ങി. എല്ലാ രാജ്യങ്ങളുടെയും കപ്പൽ തടയുമെന്ന US, പ്രത്യാഘാതം കടുത്തതായിരിക്കുമെന്ന് ഇറാൻ. ചർച്ചകൾ തുടരണമെന്ന് UN. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ. കൂടുതൽ സഹപാഠികളുടെ മൊഴിയെടുക്കും. മരണകാരണം സാമ്പത്തിക പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന് പരാതി. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയർന്നേക്കും. അധികാരമാറ്റത്തിനൊരുങ്ങി ബീഹാർ. നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കും. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ BJP. സമ്രാട് ചൗധരി അടക്കം പരിഗണനയിൽ. ഹൈദരാബാദിന്റെ ബൗളിംഗ് കരുത്തിൽ അടിപതറി രാജസ്ഥാൻ. അവിസ്മരണീയ പ്രകടനം പുറത്തെടുത്ത് ഹൈദരാബാദ് നിര. പ്രഫുൽ ഹിൻഗയ്ക്കും സാക്കിബ് ഹുസനും 4 വിക്കറ്റ് വീതം. ഇന്ന് ചെന്നൈ കൊൽക്കത്ത പോരാട്ടം. കേരളത്തെ നടുക്കിയ വലിയ ചർച്ചയായ ഒരു സംഭവമായി മാറി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യ. ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരാണ് പ്രതിക്കൂട്ടിൽ എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പ്രതികളായ അധ്യാപകർ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണ് നിതിൻ്റെ സഹപാഠികൾ ഈ അധ്യാപകർക്കെതിരെ സമാനമായ അനുഭവം തങ്ങൾക്കും ഉണ്ടായി എന്ന രീതിയിലുള്ള മൊഴികളും മറ്റും നൽകിയത്. അത് വലിയ ഞെട്ടലുളവാക്കിയ പശ്ചാത്തലം പ്രധാനമായിരുന്നു. ഏതായാലും ഗുരുതര ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഇന്നലെ ഉയർത്തിയത് ഗൗരവമായി തന്നെ കാണണം. സഹപാഠികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റ് ഭാരവാഹികളുടെയും മൊഴികൾ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അധ്യാപകർക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥികൾ അതിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുൻപിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല ക്ലാസ്സിനെ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുപ്പിട്ടാണ് പറയാറുണ്ട്. പക്ഷേ നിറം കൂടെ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താക്കാൻ സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ നടത്തുന്നത്. അവരും സൂസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾക്ക് പറഞ്ഞ റാമെന്ന സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മളെത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ എങ്ങനെ കളയും. അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ്സെങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ 2 അറ്റൻഡൻസാണ് കളയുന്നത്.
അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിൻ്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിങ്ങിന് എന്താ വരാത്തേ ചോദിച്ചു പാരൻസ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്ത് പറഞ്ഞു, എന്നാൽ നിൻ്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടുപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോൽപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. അപ്പോൾ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലൊന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യമാണ്. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതൊന്നും കള്ളത്തരം ഒന്നുമില്ല. ഇതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അവരും അധ്യാപകർക്കെതിരെ കുട്ടി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പ് മേധാവി അടക്കമുള്ള 2 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവരുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ജാതി അധിക്ഷേപത്തിനും റാഗിങ്ങിനും ഒപ്പം നിതിൻ രാജിൻ്റെ മരണത്തിന് പിന്നിൽ ലോണാപ്പ് മാഫിയയുടെ ഭീഷണിയും കാരണമായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ അധ്യാപകരും കോളേജും മറ്റും ഇത്തരത്തിൽ ലോണാപ്പ് മാഫിയ മാത്രമാണ് ഇതിന് പിന്നിൽ എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണവുമായി കുടുംബം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, ഇതിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതികളായ അധ്യാപകരെ കിട്ടണം, അതാണ് പ്രധാനം. അന്യസംസ്ഥാനക്കാരാണ് ഒക്കെയാണ് ഇവർ. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോലീസ് പങ്കുവെക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദബ്ബെ സാഹിബിനെ നേരിൽ കണ്ട് ഈ കുടുംബാംഗങ്ങൾ, അതായത് അമ്മാവനടക്കം, നിതിൻ രാജിന്റെ അമ്മാവനടക്കമുള്ള കുടുംബാംഗങ്ങൾ നേരിൽ കണ്ട് ഇവർ കുടുംബത്തിന്റെ പരാതി ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, ഒരു തരത്തിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട, അതിൽ കൃത്യമായി ഇവർക്കെതിരെ നടപടി ഉറപ്പുവരുത്തും, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തി മാതാപിതാക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇനി സഹപാഠികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പരസ്യമായി തന്നെ സഹപാഠികളടക്കം ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മൊഴി നിർണായകമാകും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലോണാപ്പുമായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഫോണിൽ വിളിച്ച് ഈ ലോൺ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും കൂടി നടക്കുന്നുണ്ട്. അതിൽ ഈ ഒരു അധ്യാപികയുടെ ഫോൺ നമ്പർ എങ്ങനെ ഈ ലോൺ ആപ്പിന്റെ കയ്യിൽ കിട്ടി, ഈ ലോൺ ആപ്പ് സംഘത്തിന്റെ കയ്യിൽ എങ്ങനെയാണ് നമ്പർ കിട്ടിയത്, അത് നിതിൻ രാജ് സ്വമേധയാ നൽകിയതാണോ അതോ ഫോൺ ഹാക്ക് ചെയ്ത് ഈ സംഘം അത് കൈവശപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെയാകും പരിശോധന നടത്തുക. എന്തായാലും വിശദമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. നമുക്ക് ഈ ലോൺ ആപ്പുമായുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നല്ലോ ഡാന്. കാരണം മെസ്സേജുകളുണ്ട്, ഭീഷണികളുണ്ട്. ഈ അധ്യാപികയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് കോളുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവച്ചിരുന്നു. എൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ കേവലം അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഈ അധ്യാപകർക്കുണ്ട് എന്നുള്ള പരാതിയും കുടുംബത്തിലുണ്ട്. പോലീസ് അത് ഗൗരവമായി ഈ ലോൺ ആപ്പ് മാത്രമാണ് തരത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലല്ലോ അല്ലേ? റാഗിങ്ങും അതോടൊപ്പം ഈ പ്രത്യേകിച്ച് റാം എന്ന അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പരാമർശങ്ങൾ അടക്കം വലിയ തരത്തിൽ മാനസികമായി നിതിൻ രാജിനെ തളർത്തിയിരുന്നുവെന്ന് നേരത്തെ തന്നെ കുടുംബം മൊഴി നൽകിയതാണ്. അവർ പരസ്യമായി അത് പ്രതികരിച്ചതാണ്. അത് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുമ്പിലും അവർ ആവർത്തിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നിതിൻ രാജിന്റെ ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ ശബ്ദ സന്ദേശം എപ്പോൾ എടുത്തതാണ് അല്ലെങ്കിൽ അത് എപ്പോഴത്തെ ശബ്ദ സന്ദേശമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സൈബർ ഫോറൻസിക് സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത് തുടർച്ചയായി ഈ സംഭവം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടിരുന്നോ അതോ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നോ ഇത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് അങ്ങനെ
പരിശോധന നടത്തുന്നത്. പക്ഷേ ആ മൊഴിയെടുത്തതിന് ശേഷമാണ് കൂടുതൽ സഹപാഠികൾ സമാനമായ ദുരനുഭവം അധ്യാപകന്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണം ഈ വീട്ടിലെത്തി ഇതിന്റെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അവർ സഹപാഠികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കായിരിക്കും കടക്കുക. അധ്യാപകരെയും അതോടൊപ്പം ഇവരെ ഒളിവിൽ പോയിരിക്കുന്ന 2 വകുപ്പ് മേധാവി അടക്കമുള്ള 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. പക്ഷെ അവിടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതാണ് വിവരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുൺ മോഹൻ കൂടി ചേരുന്നുണ്ട്. അരുണ്, ഈ കുടുംബം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ അവർ ഇത്തരം ഗൗരവതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമുക്കറിയാം തുടർച്ചയായി സഹപാഠികൾ വീട്ടിലെത്തിയിരുന്നു. അവർ നേരത്തെ തുറന്നു പറയാതിരുന്ന പല കാര്യങ്ങളും പേടി കൊണ്ടും മറ്റും, അറ്റൻഡൻസ് ഷോർട്ടേ ഉണ്ടാക്കും, ഇവരുടെ പഠനം തടസ്സപ്പെടുത്തുമെന്നൊക്കെയുള്ള ഭയം കൊണ്ട് ഇവർ തുറന്നു പറയാതിരുന്ന പല കാര്യങ്ങളും ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട് അതവർ തുറന്നു പറയുകയാണ്. അതിനിരയായി നിതിൻ മാറി എന്ന് മാത്രം. നിതിൻ്റെ മരണം വേണ്ടി വന്നു അവരുടെ വിഷമങ്ങൾ പുറം ലോകം അറിയാൻ എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. അരുൺ, ഈ സഹപാഠികൾ പറയുന്നതനുസരിച്ച് വലിയ പീഡനങ്ങൾ, വലിയ പ്രതിസന്ധികൾ അവർ ആ കോളേജിൽ അനുഭവിച്ചു എന്ന് തന്നെയല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്താം. കാരണം ഇന്നലെ പാലോട് സ്വദേശികളായ അർച്ചന, കീർത്തന എന്നീ സഹപാഠികളാണ് നിറകണ്ണുകളോടെയും വിറയ്ക്കുന്ന വാക്കുകളോടെയും ഈ പറയുന്ന നിതിൻ രാജിന്റെ വീട്ടിലെത്തി നമ്മളോട് ഈ പറയുന്നത്. കേട്ടു നിൽക്കുന്നവർ പോലും ഭയം തോന്നുന്ന തരത്തിലുള്ള, കേരളത്തിലുള്ള നടക്കുന്ന ഒരു സംഭവമാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഈ കുട്ടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാം എന്ന അധ്യാപകൻ, തന്റെ പ്രൊഫസർ, അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന് വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. അത്ര മൃഗമാണ് എന്ന് തുറന്നടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ കുട്ടികൾ. നിറകണ്ണുകളുടെ ഒരു അവസരം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ തങ്ങൾക്ക് ഇനി ഒരു രക്ഷ വേണമെന്നുള്ള ഒരു വാക്കുകളിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പറയുന്ന അധ്യാപകൻ മൃഗമാണ്. കാരണം കുട്ടികളെ അത്രമാത്രം ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം. അവിടെ വർണ്ണവിവേചനത്തിന്റെ അവസാന വാക്ക് എന്ന ഒരു അർത്ഥം വേണമെങ്കിൽ നമുക്ക് ഈ റാമിനെ കുറിച്ച് പറയാം. കാരണം അത്രമാത്രം മൃഗീയമായ വാക്കുകളാണ് പറയുന്നത്. കറുത്ത നിറമുള്ളവരെ അത്രമാത്രം മോശമായി പറയുന്നു. വെളുത്തിരിക്കുന്ന കുട്ടികളെ അത്തരത്തിൽ അവരെ മറ്റു പദപ്രയോഗങ്ങളോട് പറയുന്ന വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഡോക്ടർ അല്ലെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടികൾ നമ്മളോട് പ്രതികരിച്ചത്. അത് തീർച്ചയായും കേട്ടുകൊണ്ട് നിൽക്കുന്ന ആർക്കും അതൊരു ഭയം തോന്നുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവും. കാരണം ഒരു കുട്ടിയെ പ്രത്യേകിച്ച് നിതിൻ രാജിന് പലപ്പോഴും അധിക്ഷേപിക്കുമ്പോൾ കൂടെയുള്ളവർ ചിരിച്ചില്ലെങ്കിൽ, കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ചിരിച്ചില്ലെങ്കിൽ പെൺകുട്ടികളെ കൊണ്ടും ചെകിട്ടത്തടിച്ച് ആനന്ദം കാണുന്ന രീതിയും ഈ റാമിനുണ്ടായിരുന്നു എന്ന് കുട്ടികൾ തുറന്നു പറയുന്നു. ഒരു പക്ഷേ ചെകിട്ടത്തടിക്കുന്നതിൽ അടി അല്പം കുറഞ്ഞു പോയാൽ താങ്കളുടെ തങ്ങളെ കുറിച്ച് മറ്റും ചില മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പറയാറുണ്ട് എന്നും ഈ കുട്ടികൾ പറയുന്നു. വളരെ സങ്കടകരമായാണ് കുട്ടികൾ വന്നത്. തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇതിന്റെ വിയോഗം. ഈ പറയുന്ന ഇവിടെ വന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഒരു ഭയത്തെ കൊടുക്കാണ് ഇതുവരെ കുട്ടികൾ വരാതിരുന്നത്. ഈ പറയുന്ന ആരും ഇവിടെ വന്നില്ല എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഉണ്ടായിരുന്ന ചോദ്യം നമുക്ക് എത്താനുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഇനി ഭയമില്ല. കാരണം നമുക്കിത് തുറന്നു പറയണം, ഇതിനൊരു നീതി വേണം എന്നുള്ളൊരു ഉറപ്പിലാണ്, ഒരു ഉറപ്പിലും വിശ്വാസത്തിലുമാണ് ഈ കുട്ടികൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. നിറകണ്ണുകളോടെയാണ് തുറന്നടിച്ചത്. തീർച്ചയായും ഇന്നലെ ആ കുട്ടികൾ പല കാര്യങ്ങളും, ഇന്നലെ സഹപാഠികൾ നിതിൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടിരുന്നു. പല കാര്യങ്ങളും മാധ്യമങ്ങളോട് അവർ തുറന്നു പറഞ്ഞപ്പോൾ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. കേരളത്തിലെ ഒരു കോളേജിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മളൊക്കെ ഞെട്ടലോടെ കേട്ടത്. കുഴമലക്കയിലെ വാടക വീട്ടിലാണ് നിതിനും കുടുംബവും താമസിച്ചിരുന്നത്. അവിടെ മകൻ്റെ പുസ്തകങ്ങൾക്കും വസ്ത്രങ്ങൾക്കും അരികിലിരുന്ന് വിങ്ങുകയാണ് അമ്മ ലതയും അച്ഛൻ രാജനും. കാരണം അത്രത്തോളം വലിയ പ്രതീക്ഷയിൽ ആ കുഞ്ഞിനെ പഠിപ്പിച്ചിരുന്ന മാതാപിതാക്കളാണ് അത്. അവനും വലിയ മിടുക്കനായിരുന്നു. അവൻ്റെ മാതാപിതാക്കളൊക്കെ, അവൻ്റെ അധ്യാപകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. നിതിൻ്റെ പഴയ പാഠപുസ്തകങ്ങളൊക്കെ അവിടെ മുറിയിൽ അടുക്കി വെച്ച കാഴ്ചയൊക്കെ നമ്പരമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. ഇത് മാത്രമല്ല, കേവലം BDSൽ മാത്രം ഒതുങ്ങാതെ വീണ്ടും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് MBBS പോകണമെന്ന് ആഗ്രഹമുള്ള, അത്രത്തോളം ഒരു വിഷനുള്ള ഒരു കുട്ടിയെ കൂടിയാണ് രണ്ട് അധ്യാപകർ ചേർന്ന് കൊലയ്ക്ക് കൊടുത്തത് എന്ന കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളാണ് അരുൺ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനത്ത്
കൊടും ചൂട് തുടരുന്നു. പാലക്കാടാണ് കടുത്ത ചൂട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മറ്റൊരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. മലയാളികൾക്ക് നാളെ വിഷുക്കണി ഒരുക്കാൻ പുനലൂരിൻ്റെ നിരത്തുകളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ സജീവമാണ്. കടുത്ത ചൂടിലും വിഗ്രഹങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ പൂർണ്ണകായ രൂപത്തിലുള്ള വലുതും ചെറുതുമായ വിഗ്രഹങ്ങൾ, രാധാകൃഷ്ണ വിഗ്രഹം, വെണ്ണ കട്ടു തിന്നുന്ന ഉണ്ണിക്കണ്ണൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിഗ്രഹങ്ങളാണ് വഴിയോരങ്ങളിൽ സജീവമായിരിക്കുന്നത്. 250 രൂപ മുതൽ 3500 രൂപ വരെ വിലയുള്ള വിഗ്രഹങ്ങൾ ലഭ്യമാണ്. കടുത്ത ചൂടിലും വിഗ്രഹങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് നിരത്തുകളിൽ അനുഭവപ്പെടുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ കണി ഒരുക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയ ഒരു 3ാമത്തെ സ്റ്റാച്ചു ആണ്. അത് ഞാനൊരു ഷോ പീസായിട്ടും കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പൂജാമുറിയിലും വെച്ചിട്ടുണ്ട്. കൃഷ്ണ വിഗ്രഹങ്ങളുമായി രാജസ്ഥാൻ സ്വദേശി പവൻലാലെത്തുന്ന 5ാമത്തെ വിഷുക്കാലമാണിത്. പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണ് സ്ഥിരം വിൽപ്പന. ഓരോ വർഷവും തനിക്ക് ലഭിക്കുന്ന പ്രോത്സാഹനമാണ് വീണ്ടും എത്താൻ പ്രേരിപ്പിക്കുന്നതെന്ന് പവൻലാൽ പറഞ്ഞു. ഇവിടെ 5 വർഷമാണ് നമ്മുടെ കൃഷ്ണന്റെ വിഷുകൾ പ്രതിമകൾ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ല. ഈ വർഷവും നല്ല വിഷുവാണ്. എല്ലാം പേര് വന്നിട്ട് കൃഷ്ണന്മാരെല്ലാവരും മേടിച്ചുകൊണ്ട് പോവാം. മലയാളികളുടെ പ്രധാന ഉത്സവമായ വിഷു അതേ പ്രാധാന്യത്തോടെ തന്റെ നാട്ടിലും ആഘോഷിക്കാറുണ്ട് എന്നാണ് പവൻലാലിന്റെ അവകാശവാദം. എന്തായാലും ഈ വർഷവും പതിവ് പോലെ പുനലൂരുകാരുടെ വിഷുക്കണിയിൽ പവൻലാലിന്റെ വിഗ്രഹങ്ങളും ഉണ്ടാകും. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് പൊയ്നാച്ചിയിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം കണ്ണിനും മനസ്സിലും കുളിർമയേകുന്ന കാഴ്ചയാണ്. യുവകർഷകയായ ശ്രീവിദ്യയാണ് സൂര്യകാന്തി കൃഷി വിജയകരമാക്കിയത്. പൊയ്നാച്ചി ദേശീയപാതയിൽ കമ്മട്ട തറവാടിന് മുൻവശത്താണ് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ ഈ മനോഹര കാഴ്ച. കടുത്ത ചൂടിലും സൂര്യകാന്തിക്ക് വാട്ടമില്ല. വെള്ളരിയും തണ്ണിമത്തനും വിളവെടുത്ത പാടശേഖരത്തിൽ യുവ കർഷകയായ ശ്രീവിദ്യ 2 മാസം മുൻപ് സൂര്യകാന്തി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയായിരുന്നു. 5000-ഓളം ചെടികൾ നിറയെ പൂക്കളുമായി വർണ്ണഭംഗി വിടർത്തിയതോടെ പാടം കാണുവാനും ഫോട്ടോ എടുക്കുവാനുമായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. അഗ്രി ടൂറിസം അടിസ്ഥാനമാക്കി സൂര്യകാന്തി കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷക അവാർഡ് ജേതാവ് കൂടിയായ ശ്രീവിദ്യ. പൂങ്കാവനം അഗ്രി ഫാമിലൂടെയാണ് സൂര്യകാന്തി ഉൾപ്പെടെയുള്ള കൃഷികളിൽ ഇവർ വിജയം കൊയ്യുന്നത്. അപ്പോൾ വിഷുവിൻ്റെ ആ ഒരു സീസൺ നോക്കിയിട്ടാണ് ഞാൻ സൂര്യകാന്തി ചെയ്തത്. അപ്പം ഇവിടെ വയലിലാണ് ഇപ്പോൾ സൂര്യകാന്തി ഉള്ളത്. 2 വർഷം മുന്നേ ഞാൻ ഇവിടെ റോഡ് സൈഡ് തന്നെ, അത് ചെങ്കൽപ്പാറയിലായിരുന്നു, അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സൂര്യകാന്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പം അതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ ഇപ്രാവശ്യം വലിയ രീതിയിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൂര്യകാന്തി തോട്ടം ഉള്ളത്. സൂര്യകാന്തി വിരിഞ്ഞ പാടത്തേക്ക് തേനീച്ചകൾ കൂട്ടമായി വരാൻ തുടങ്ങിയതോടെ തേനീച്ച പെട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെമ്മനാട്, ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തുകളിലായി 6 ഏക്കർ സ്ഥലത്ത് ശ്രീവിദ്യ കൃഷി നടത്തുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഉത്സവകാലങ്ങളിൽ ചൊരിമണലിലും നൂറുമേനി വിളയിക്കുന്നവരാണ് ചേർത്തലയിലെ കർഷകർ. എന്നാൽ ഇത്തവണത്തെ വിഷുവിന് വഞ്ചിക്കപ്പെട്ട കർഷകരുടെ കഥയാണ് ചേർത്തലയ്ക്ക് പറയാനുള്ളത്. കണിയൊരുക്കാനായി കാർഷിക വിഭവങ്ങൾ തയ്യാറാക്കാൻ കണിവളരിക്ക് വിത്തുപാകിയ കർഷകന് വിളവെടുപ്പിൽ ലഭിച്ചതാകട്ടെ
കാട്ടുവെള്ളരികൾ. തമിഴ്നാട്ടിലെ സുമാഷി കമ്പനിയുടെ വെള്ളരി വിത്തിന്റെ പാക്കറ്റുകൾ ഭൂമിപ്രിയ അഗ്രി സൊല്യൂഷൻ എന്ന കഞ്ഞിക്കുഴിയിലെ സ്ഥാപനത്തിൽ നിന്നാണ് കർഷകൻ വാങ്ങിയത്. കണിക്കുപയോഗിക്കാൻ ഡിമാൻഡില്ലാത്ത കാട്ടുവെള്ളരി വേണ്ട നിലപാട് കടയുടമകൾ എടുത്തതോടെ പാടശേഖരങ്ങളിൽ ടൺ കണക്കിന് വെള്ളരി കെട്ടിക്കിടക്കുകയാണ്. ഇത്തവണത്തെ കണിവെക്കാനുള്ള വെള്ളരി വിത്ത് കമ്പനിക്കാർ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. 10,000 ചോട് വെച്ചതാണ്. നമുക്ക് കിട്ടേണ്ടത് ഈ സൈസ് വെള്ളരിയാണ്. ഇത്തവണ കിട്ടിയ വെള്ളരി ഇതാണ്. ഇത് ചെറിയ കാട്ടുവെള്ളരി അല്ല, ചെറിയ വെള്ളരി. ഈ വെള്ളരിയെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കർഷകരെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിസന്ധിയായിപ്പോയി. ഞങ്ങളുടെ സാധനം അതിനും മാത്രം കണിമത്തനും കണി വെള്ളരിയും ഞങ്ങൾ കൃഷി ചെയ്തതാണ്. പക്ഷേ വെള്ളരി ഇങ്ങനെ പോയ കാരണം കണിമത്തൻ്റെ വരെ മാർക്കറ്റ് നടക്കാതെ ഇതായിരുന്നു കിട്ടേണ്ടത്. ആ സൈസാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ കിട്ടിയത് മൊത്തം ഇതാ. രണ്ട് പഞ്ചായത്തിലായിട്ട് കൃഷി ചെയ്ത വെള്ളരി മൊത്തം ഇങ്ങനെയായി. ഇതിന്ന് കുറച്ച് ഭാഗത്തുനിന്ന് വിളവെടുത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തു പോയി. അത് കാരണം ബാക്കി പാടത്ത് കിടക്കും. ഇത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നാട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും നല്ല ഇത് കിട്ടിയിരുന്നെങ്കിൽ നല്ല വിലയുണ്ടായിരുന്നു ഇത്തവണ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മാർക്കറ്റ് നടക്കണമെങ്കിൽ ഈ സൈസില ഈ കളറിലുള്ള വെള്ളരി ആകണം. ഈ കളറിലുള്ള വെള്ളരി മാർക്കറ്റിംഗ് നടക്കുകയില്ല. നമ്മൾ കൂടുതലും ഇവിടെ ഹോൾസെയിൽ കച്ചവടമാണ് നടത്തുന്നത്. 1000, 2000, 3000 കിലോ വീതം. പക്ഷേ നമ്മളൊരു 25 ടണ്ണ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ വിഷുവിന് പ്ലാൻ ചെയ്ത് ചെടി നട്ടത്. പക്ഷേ ഈ ഇനമായിപ്പോയി കൂടുതൽ. കർഷകർ നിസ്സഹായകരാണ്. കാര്യം ഈ വിത്ത് കമ്പനീനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ്. നാടൻ വിത്തല്ല, ഇത് ഹൈബ്രിഡ് വിത്താണ്. വിത്ത് ഷോർട്ടായിരുന്നപ്പോൾ അവസാനം അവരിലുള്ള മോശം വിത്ത് കയറ്റിവിട്ടതാകാം. പിന്നെ ഒരു സംശയമുണ്ട്, നമുക്കിട്ട് പണി തന്നതാണെന്നൊരു സംശയമുണ്ട്. ഇപ്രാവശ്യത്തെ വിഷുവിന് നമുക്ക് കിട്ടിയ വിത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത്. അതായത് സാധാരണ ഉണ്ടാകുന്ന വെള്ളരിക്കാലും ഒരു 100 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. 100-150 ഗ്രാമിൽ കൂടുതൽ വെള്ളരി വരുന്നില്ല. നമ്മുടെ സാധാരണ വെള്ളരി എന്ന് പറഞ്ഞാൽ കണി വയ്ക്കുന്ന വെള്ളരി 1 കിലോ ആവറേജിൽ വരുന്നൊരു വെള്ളരിയാണ്. നമുക്കൊക്കെ 1 കിലോ വരുന്നത്. ഇങ്ങനെയുള്ള വിത്തുകളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശക്തമായി പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കൃഷിഭവൻ്റെ ഒക്കെ ഇടപെടൽ ഇതിനകത്ത് ശക്തമായിട്ടുണ്ടാവണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് അല്ലെങ്കിൽ ഈ നഷ്ടം ഇയാളുടെയൊക്കെ ഒന്ന് ഈടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇതൊരു ചതിയല്ലേ, 3-4 മാസത്തെ അധ്വാനമാണ്. അധ്വാനത്തിന് അവസാനം ഉണ്ടാകുന്നത് ഈ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്വാനവും പോയി, നമ്മുടെ പ്രതീക്ഷകളും പോയി. ഈ 2 വെള്ളരിയും കാണുമ്പോൾ തന്നെ അറിയാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. കർഷകർക്ക് വലിയ നഷ്ടമാണ് ഇത്തവണ ഈ വിത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ചതി നേരിട്ട കർഷകർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കണിവെള്ളരി ഇല്ലാതെ മലയാളിക്ക് എന്ത് വിഷു? വിഷുക്കണിയിൽ പ്രഥമ സ്ഥാനമുണ്ട് കണിവെള്ളരിക്ക്. ഇത്തവണത്തെ വിഷുവിനെ വരവേൽക്കാൻ പാലക്കാട് അമ്പലപ്പാറയിൽ നിന്ന് വിപണിയിലെത്തിയിരിക്കുന്നത് 15 ടൺ കണിവെള്ളരിയാണ്. മയിൽ, കുരങ്ങൻ, മുള്ളൻ പന്നി തുടങ്ങിയവയുടെ ശല്യത്തെയും ജലക്ഷാമത്തെയും പ്രതിരോധിച്ചാണ് ഇത്തവണ വിപണി സജീവമായത്. വിഷുപ്പുലരിയിൽ കണി കണ്ടുണരുമ്പോൾ കണിക്കൊന്ന പോലെ പ്രധാനപ്പെട്ടതാണ് കണിവെള്ളരി. കടും മഞ്ഞ നിറത്തിൽ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന കണിവെള്ളരി ആരെയും ആകർഷിക്കും. വിഷുവിപണി ലക്ഷ്യമിട്ട് പാലക്കാട് അമ്പലപ്പാറയിൽ വിളഞ്ഞത് 16 ടൺ കണിവെള്ളരിയാണ്. അറവക്കാട് കൊട്ടേക്കാട്ടിൽ ഗോപാലകൃഷ്ണൻ വിഷുവിപണി മുന്നിൽ കണ്ട് നടത്തിയ കൃഷിയിലാണ് മികച്ച വിളവ് ലഭിച്ചത്. കുട്ടാറാംകുളം പാടശേഖര സമിതിയുടെ കീഴിലുള്ള 86 സെന്റ് സ്ഥലത്താണ് ഗോപാലകൃഷ്ണൻ വെള്ളരി കൃഷി ഇറക്കിയത്. ഈ സീസണിൽ ഏകദേശം 600 കിലോയിലധികം വെള്ളരി വിളവെടുത്തു കഴിഞ്ഞു. ആശ്രയ പച്ചക്കറി സംഘത്തിലെ ഞങ്ങൾ 20 പേര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷു കണക്കാക്കിയിട്ടാണ് വെള്ളരി ചെയ്യൽ. അപ്പോൾ അതിൽ തെറ്റില്ലാത്ത അളവ് കിട്ടിയിട്ടുണ്ട്. മിതമായ വില കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ സമയത്തും ഞങ്ങൾ പ്രതീക്ഷിക്കാറ്. വിളവെടുത്ത വെള്ളരികൾ ഒറ്റപ്പാലത്തെ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലേക്കും അമ്പലപ്പാറ പ്രദേശത്തെ ചില്ലറ വ്യാപാരികൾക്കുമായാണ് നൽകുന്നത്. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടുന്ന ആശ്രയ പച്ചക്കറി സംഘവും ഇത്തവണ വലിയ തോതിലുള്ള കൃഷിയാണ് നടത്തിയത്. 18 അംഗങ്ങളടങ്ങുന്ന ഈ കൂട്ടായ്മ 7.5 ഏക്കറിലായി നടത്തിയ കൃഷിയിൽ നിന്നും 15 ടണ്ണോളം വെള്ളരി വിളവ് ലഭിച്ചു. വിഷുക്കാലത്ത് വിപണിയിൽ മികച്ച വില ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇതിലെ ഓരോ അംഗങ്ങളും. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറത്ത് വിഷു ആഘോഷങ്ങൾക്കായി ലൈസൻസ് ഇല്ലാതെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻ പടക്കശേഖരം പിടിച്ചെടുത്തു. സംഭവത്തിൽ അകമ്പാടം സ്വദേശി സുനിലിനെ കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ പടക്കങ്ങൾ നിർവീര്യമാക്കും. നിലമ്പൂർ അകമ്പാട മാനപ്പാറയിലെ പന്തലിങ്ങൽ സുൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ചിരുന്ന വൻ പടക്കശേഖരം പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവിധയിനം പടക്കങ്ങളുടെ വൻ ശേഖരം സുനിലിന്റെ വീട്ടിലുണ്ടായിരുന്നു.
വിഷു അടക്കമുള്ള ആഘോഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വിൽപ്പന നടത്തുന്നതിനായാണ് പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ സുനിലിനെതിരെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തു. ചൈനീസ് പടക്കങ്ങൾ ഉൾപ്പെടെ വിവിധയിനം പടക്കങ്ങളുടെ വലിയ ശേഖരമാണ് പിടികൂടിയത്. നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നിർദ്ദേശപ്രകാരം SI K രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഉജേഷ്, അനസ്, സുനില എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പിടിച്ചെടുത്ത പടക്കങ്ങൾ നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് പടിയിറങ്ങും. ക്യാബിനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം നിതീഷ് രാജിക്കത്ത് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ അസൈദ് ഹസന് കൈമാറും. ഇതോടെ ബീഹാറിൽ ആദ്യ BJP മുഖ്യമന്ത്രി ഉണ്ടാകും. പട്നയിൽ നടക്കുന്ന നിയമസഭാ യോഗത്തിൽ BJP പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നിലവിലെ ഉപമുഖ്യമന്ത്രിയായ സമ്രാട് ചൗധരിക്കാണ് കൂടുതൽ സാധ്യത. പക്ഷേ നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJPയുടെ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റു തീരുമാനങ്ങൾ എടുക്കുമോ എന്ന കാര്യത്തിലും ചില വാർത്തകൾ വരുന്നുണ്ട്. 3-4 പേർ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ബീഹാറിൽ ഉണ്ട്. അദ്ദേഹമായിരിക്കും അന്തിമമായി ഈ വിവരം പാർട്ടി നേതാക്കളെ പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ ചൂടിൽ തമിഴകം. പരസ്യപ്രചാരണം അവസാന ആഴ്ചയിലേക്ക് കടന്നതോടെ ഹൈ വോൾട്ടേജിലാണ് നേതാക്കളുടെ വാക്പോര്. BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. കേന്ദ്രമന്ത്രി JP നദ്ദ, പീയൂഷ് ഗോയൽ എന്നിവർ പ്രകടന പത്രിക പ്രകാശനം ചെയ്യും. 27 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വെല്ലൂർ, തിരുപ്പത്തൂർ എന്നീ ജില്ലകളിലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. തിരുച്ചിറപ്പള്ളി, ദിണ്ടിഗൽ എന്നിവിടങ്ങളിലാണ് എടപ്പാടി പളനിസ്വാമിയുടെ പ്രചാരണം. ഹോർമുസിൽ അമേരിക്ക നാവിക ഉപരോധം തുടങ്ങി. ഇറാൻ തുറമുഖങ്ങളിൽ ചുങ്കം നൽകി കടന്നുവരുന്ന കപ്പലുകളാണ് US നാവികസേന തടയുന്നത്. ഉപരോധത്തിൽ മറ്റു രാജ്യങ്ങൾ സഹകരിക്കുമെന്നും ഏതൊക്കെ രാജ്യങ്ങളെ എന്ന് നാളെ അറിയാമെന്നും ട്രംപ് പറഞ്ഞു. Other countries are going to also. We don't need other countries, frankly, but they've offered the services. We'll let it be known probably tomorrow. What was the sticking point over? You said it was over nuclear. It was over nuclear, very similar. Yeah, very good. I guess you're listening. It's over the fact that they will never have a nuclear weapon. Iran, you marking it down? Iran will not have a nuclear weapon. And we agreed to a lot of things, but they didn't agree to that. And I think they will agree to it. I'm almost sure of it. In fact, I am sure of it. If they don't agree, there's no deal. There'll never be a deal. We can't let a country blackmail or extort the world, because that's what they're doing. They're really blackmailing the world. We're not going to let that happen. We've been called this morning by the right people, the appropriate people, and they want to work a deal. They'd like to make a deal very badly. ഉപരോധം തുടർന്നാൽ മധ്യേഷ്യയിലെ മറ്റു തുറമുഖങ്ങളും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഇറാൻ അതേസമയം മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന് മേൽ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഇതിനിടെ US-ന്റെ ഇറാൻ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ നേർക്കുനേർ ചർച്ച വ്യാഴാഴ്ച നടക്കാൻ സാധ്യതയെന്ന് ദ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് എന്നത് നിർണായകമാണ്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ട്രംപ് കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും പൂർണ്ണ നിയന്ത്രണം എന്നാണല്ലേ? രഞ്ജിത്ത്, ഹോർമൂസിൽ അമേരിക്ക പ്രഖ്യാപിച്ച കപ്പൽ ഉപരോധം തുടങ്ങി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:30 മുതലാണ് ഈ ഉപരോധം ആരംഭിച്ചത്. ഇതുവരെ 3 കപ്പലുകളെ US നാവികസേന തടഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 13 പടക്കപ്പലുകളാണ് ഒമാൻ തീരത്ത് US-ൻ്റെതായി ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുമായി, ചുങ്കം നൽകി ചരക്കുമായി കടന്നു പോകുന്ന കപ്പലുകളെയാണ് ഇപ്പോൾ തടയുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിൽ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുകയാണ്. കാരണം ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഇറാനും അവരുടെ നിലപാടുകൾ കടുപ്പിക്കുന്നു. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അമേരിക്ക ഈ ഉപരോധത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ഏറെക്കുറെ ഫലം കണ്ടു തുടങ്ങുന്നു എന്ന സൂചനകളാണ് ചില പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഖത്തർ, UAE
ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. നേരത്തെ അമേരിക്ക ഇത്തരത്തിൽ കപ്പലുകൾ ഉപരോധിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് തുറമുഖങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്നായിരുന്നു ഇറാൻ നൽകിയ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആശങ്ക രൂക്ഷമായത്. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നതും. അതായത് ഖത്തറിന്റെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഹോർമൂസിനെ ഇത്തരത്തിൽ ഒരു വിലപേശൽ ഉപകരണം ആക്കരുത് എന്നാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ലെന്ന് UAEയും പറഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്നതിൻ്റെ സൂചനയാണ് ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ ഖത്തർ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഖത്തർ വിദേശകാര്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഹോർമൂസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം ഇറാനോട് മുന്നോട്ട് വെച്ചു. എന്തായാലും സമ്മർദ്ദം ഇറാന് മേൽ ശക്തമാവുകയാണ്. രണ്ട് തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് അമേരിക്ക ഈ കപ്പൽ ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാക്കുക, അതുവഴി വീണ്ടും ഒരു നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുക. ഇപ്പോൾ ദ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഉടൻ തന്നെ ഒരു രണ്ടാം റൗണ്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുങ്ങും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ഏപ്രിൽ 21 വരെയാണ് ഈ വെടിനിർത്തൽ കരാർ ഉള്ളത്. ഇനി 9 ദിവസം മാത്രമാണ് ബാക്കി. ഈ 9 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇറാൻ US പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ നേർക്കുനേർ വ്യാഴാഴ്ച ചർച്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ദ അസോസിയേറ്റഡ് പ്രസ് ഇപ്പോൾ പുറത്തുവിടുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ ഇതിനുള്ള ആശയവിനിമയം സജീവമായി തുടരുകയുമാണ്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുത് എന്ന ആവശ്യത്തിലാണ് ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തരുത് എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഒരു 5 വർഷത്തേക്ക് വരെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഒരു മൊറട്ടോറിയത്തിന് ഇറാൻ തയ്യാറായേക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് അമേരിക്ക അംഗീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങൾ നിർണായകമാണ്. എന്തായാലും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഒരു ചർച്ചകൾക്ക് കൂടിയുള്ള ശ്രമങ്ങൾ, നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തിരിക്കുന്ന നമുക്കറിയാം. കാർത്തിക്, ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനായിരുന്നു. പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുക, കാരണം ഇപ്പോൾ ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹോർമുസിലൊക്കെ അമേരിക്ക ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നേരത്തെ ഹോർമുസിൻ്റെ ഇറാന്റെ ആനുകൂല്യം പറ്റിയിരുന്ന ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യം ഒരുങ്ങും. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു മധ്യസ്ഥ ശ്രമത്തിന് തയ്യാറാകുന്നുണ്ടോ? അത് ഇറാനും അമേരിക്കയും സമ്മതിക്കണം, അത് ശരിയാണ്. ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ തുർക്കി കൂടി ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടുകയാണ്. തുർക്കിയുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷേ ജനീവയിലോ തുർക്കിയിലോ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും സജീവമായി തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹോർമൂസിലെ പ്രതിസന്ധി തന്നെയാണ്. നിലവിൽ ദിവസേന 140 കപ്പലുകളാണ് ഈ യുദ്ധത്തിന് മുൻപ് ഈ ഹോർമൂസിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ അത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് സജീവമായ ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും 3 കപ്പലുകളെ ഇതിനോടകം തന്നെ US നാവികസേന തടഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് ഉറ്റുനോക്കുന്നുണ്ട് ലോകം. മാത്രമല്ല, നേരത്തെ ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കപ്പലുകളെ തടഞ്ഞാൽ മധ്യ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ അത് സുരക്ഷിതമായിരിക്കില്ല. ആ പ്രതികരണത്തിന് ശേഷവും ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ ഇന്നലെ വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ US നാവികസേനയ്ക്ക് നേരെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും പന്ത് ഇപ്പോൾ ഇറാന്റെ കോർട്ടിലാണ് എന്നാണ് JD വാൻസ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇറാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ശ്രമങ്ങളോട് ഇറാന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കും, വ്യാഴാഴ്ച ഇങ്ങനെ ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമോ, വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുന്നു. അപ്പോഴും ഹോർമൂസിൽ പ്രതിസന്ധി ഇപ്പോഴും ആശങ്കാജനകമായ സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളതും. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനോടുള്ള തൻ്റെ നിലപാട്
പോപ്പ് ലിയോ 14 എതിർത്തത് തെറ്റെന്നാണ് US പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ പുതിയ വാദം. പോപ്പിനോട് ക്ഷമ ചോദിക്കില്ല, താൻ നല്ലൊരു പോപ്പാകാൻ ശ്രദ്ധിക്കുക, അല്ലാതെ രാഷ്ട്രീയക്കാരനാകാൻ നോക്കേണ്ടെന്ന് പോപ്പ് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോപ്പ് ലിയോ ക്രൈമാണ് പിന്തുണയ്ക്കുന്നതെന്നും താൻ പോപ്പിൻ്റെ ആരാധകനല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം അതിസങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു കരാറിലെത്താൻ അമേരിക്കയ്ക്കും ഇറാനും കഴിഞ്ഞില്ലെങ്കിൽ ലോക സാഹചര്യം ഇനിയും മാറ്റപ്പെടും. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഓരോ ദിവസവും പുറത്തുവരുന്ന പ്രസ്താവനകളും ഭീഷണികളും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പുകളും അതിനോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണവും വന്നു ചേരുന്നത്. ഇറാനുമായുള്ള ഒരു കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾ കേവലം വാചകമടി മാത്രമായി ഒതുങ്ങരുത് എന്ന കർശനമായ നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയരുന്നത്. ട്രംപിന്റെ സഖ്യകക്ഷിയായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തരിൽ ഒരാൾ തന്നെ ട്രംപിന് നേരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതോടെ പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങൾ പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രയേൽ പാർലമെന്റിലെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി ചെയർമാനായ സ്വിക്ക ഫോഗൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നടത്തിയ പ്രതികരണം അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ്, നിങ്ങൾക്ക് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ വെടിവെക്കുക, വെറുതെ ശബ്ദമുണ്ടാക്കരുത് എന്നായിരുന്നു ഫോഗലിന്റെ വാക്കുകൾ. പ്രശസ്തമായ വെസ്റ്റേൺ സിനിമകളിലെ ഡയലോഗുകളെ അനുസ്മരിപ്പിക്കുന്ന ഈ പ്രസ്താവനയിലൂടെ ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന അമർഷമാണ് ഇസ്രയേൽ പ്രകടിപ്പിക്കുന്നത്. ദശകങ്ങളായി ഇറാന്റെ ആണവ പദ്ധതികളെയും പ്രാദേശിക സ്വാധീനത്തെയും ഭീഷണിയായി കാണുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് കേവലം വാഗ്ദാനങ്ങളോ ഭീഷണികളോ അല്ല, മറിച്ച് കൃത്യമായ സൈനിക നടപടികളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇറാനെ അടിച്ചമർത്താൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കരുത് എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഇറാൻ നയം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. തനിക്ക് ഒരു ദിവസം കൊണ്ട് ഇറാനെ തകർക്കാൻ സാധിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ മുഴുവൻ ഊർജ്ജ സ്രോതസ്സുകളും വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരു കരാറിന് തയ്യാറായില്ലെങ്കിൽ ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കുമെന്ന തരത്തിലുള്ള കടുത്ത ഭാഷയാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജ് ഡേ ആൻഡ് പവർ പ്ലാന്റ് ഡേ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ ആക്രമണ പദ്ധതി ഒരു രാജ്യത്തിന്റെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാനെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. തന്റെ ഭരണകാലത്ത് ഇറാനെതിരെ ഏർപ്പെടുത്തിയ മാക്സിമം പ്രഷർ നയം വീണ്ടും ശക്തമാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കുമെന്ന ഭീഷണി ലോക സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളിലൊന്നായ ഇറാന്റെ സ്രോതസ്സുകൾക്ക് തടസ്സം നേരിട്ടാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. വെറുമൊരു പ്രാദേശിക യുദ്ധം എന്നതിനേക്കാൾ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയായി ഇത് മാറാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകരുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കും. ആശുപത്രികൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം വൈദ്യുതിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഇത്തരം ആക്രമണങ്ങൾ ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് വഴിമാറുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ട്രംപിന്റെയും ഇസ്രയേലിന്റെയും സുരക്ഷാ മുൻഗണനകളിൽ ഇത്തരം മാനുഷിക പരിഗണനയേക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ തന്ത്രപരമായ നേട്ടങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു അസ്തിത്വ ഭീഷണിയാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നൽകുന്ന പിന്തുണയിലൂടെ ഇറാൻ തങ്ങളെ വളയുകയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു അയവ് പോലും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ട്രംപ് മുൻപ് നൽകിയ പല ഭീഷണികളും പ്രവൃത്തിപഥത്തിൽ വരാത്തതാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കുന്നത്. ശബ്ദമുണ്ടാക്കുന്ന താറാവ് അഥവാ ക്വാക്കിംഗ് എന്ന ഉപമയിലൂടെ ഫോഗൻ ലക്ഷ്യമിടുന്നത് ട്രംപിന്റെ സ്വഭാവത്തെയാണ്. അധികം സംസാരിക്കുകയും കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി മാറണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലിനുള്ള സ്വാധീനം വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അമേരിക്കയുടെ വിദേശ നയ രൂപീകരണത്തിനും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്.
ഒരു കരാറിന് തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുള്ള എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ പരമോന്നത നേതൃത്വവും ഇറാൻ സർക്കാരും അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന നിലപാടിലാണ്. ഉപരോധങ്ങൾ കൊണ്ട് തളർത്താൻ നോക്കിയ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ പോരാടാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് പകരം ഭീഷണികൾ മുൻതൂക്കം നേടുമ്പോൾ സമാധാനത്തിനുള്ള വാതിലുകൾ ഓരോന്നായി അടയുകയാണ്. ട്രംപിന്റെ ബ്ലോയിങ് അപ്പ് ദ ഹോൾ കൺട്രി എന്ന പ്രസ്താവന ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ ഉപകരിക്കൂ. ഇത് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കും. പശ്ചിമേഷ്യയിൽ ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുന്നതിലേക്ക് ഇത്തരം യുദ്ധ പ്രേരണകൾ നയിച്ചേക്കാം. വാക്കുകൾ ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളും അതിനോടുള്ള ഇസ്രയേലിന്റെ പ്രകോപനപരമായ പ്രതികരണവും സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകും എന്ന് തന്നെയാണ്. വെറും വാക്കുകൾ കൊണ്ട് ഇറാനെ പേടിപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇസ്രയേൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അമേരിക്കയെ നേരിട്ടുള്ള സൈനിക നടപടിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു വൻ ശക്തിയായ അമേരിക്ക ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. ഭീഷണികൾക്കും വാചകമടികൾക്കും അപ്പുറം വിവേകപൂർണമായ നയതന്ത്ര ഇടപെടലുകളാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തോക്കുകൾ സംസാരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന യാഥാർത്ഥ്യം ലോകത്തെ ഭയപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിലെ ഈ കളിയിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് മാനവികതയും ലോക സമാധാനവുമായിരിക്കും എന്നത് നിസ്സംശയം നമുക്ക് പറയാം. സുയസ് കനാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലോകമെങ്ങും ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേലിന്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സുയസ് കനാലിലേക്കും ലോക ശ്രദ്ധ തിരിയാനുള്ള കാരണം. ലോകഭൂപടത്തിൽ ചുവപ്പ് കടലും മെഡിറ്ററേനിയൻ കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയായ സൂയസ് കനാൽ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലേറെയായി ആഗോള വ്യാപാരത്തിന്റെ അനിഷേധ്യമായ സിരയാണ്. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യൻ മണലാരണ്യങ്ങളിൽ നിന്ന് ഉയരുന്ന പുതിയ ചർച്ചകൾ ഈ ഏകഛത്രാധിപത്യത്തിന് അന്ത്യം കുറിക്കപ്പെടുമോ എന്ന ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രയേലിന്റെ സ്വപ്ന പദ്ധതിയായ ബെൻ ഗൂരിയൻ കനാൽ എന്ന വിസ്മയകരവും എന്നാൽ വിവാദപരവുമായ ജലപാതയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ലോകരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേവലം 2 സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചാലല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഭൗമ രാഷ്ട്രീയ ആയുധമാണ്. ഈജിപ്തിന്റെ സാമ്പത്തിക അടിത്തറയെ ഇളക്കാനും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ പുതിയൊരു സുരക്ഷാ കവചമൊരുക്കാനും ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ വിസ്മയകരമായ പല സത്യങ്ങളും പുറത്തുവരുന്നു. ബെൻ ഗൂരിയൻ കനാൽ എന്ന ആശയം ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒന്നല്ല. 1960കളിൽ അമേരിക്കൻ ഊർജ്ജ വകുപ്പ് തയ്യാറാക്കിയ രഹസ്യ രേഖകളാണ് ഈ കനാലിന്റെ പ്രാഥമിക രൂപരേഖയിലുള്ളത്. ഇസ്രയേലിന്റെ സ്ഥാപക നേതാവായ ഡേവിഡ് ബെൻ ഗൂരിയന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി ഗൾഫ് ഓഫ് അഖബയിലെ ഏലിയാത്ത് തുറമുഖത്തു നിന്ന് ആരംഭിച്ച് നെഗേവ് മരുഭൂമിയിലൂടെ കടന്ന് മെഡിറ്ററേനിയൻ കടലിലെത്തുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 300 കിലോമീറ്ററോളം നീളം വരുന്ന ഈ പാത സൂയസ് കനാലിന് ഒരു പകരക്കാരനാകുമെന്ന് പാശ്ചാത്യ ലോകം വിശ്വസിക്കുന്നു. സൂയസ് കനാൽ ഈജിപ്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനാൽ രാഷ്ട്രീയമായ അസ്ഥിരതകളോ യുദ്ധങ്ങളോ ഉണ്ടാകുമ്പോൾ ലോക വ്യാപാരം തടസ്സപ്പെടാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2021 എവർ ഗിവൺ എന്ന കപ്പൽ സൂയസിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഈ ഭയത്തിന് ആക്കം കൂട്ടി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ജലപാത എന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ദീർഘകാല അഭിലാഷമാണ്. ഈ പദ്ധതിയെ ഒരു സൂയസ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. നിലവിൽ സൂയസ് കനാൽ കടന്നു പോകുന്നത് ഈജിപ്തിലെ ചതുപ്പ് നിലങ്ങളുടെയും നിരപ്പായ ഭൂമിയിലൂടെയുമാണ്. എന്നാൽ ബെൻ ഗൂരിയൻ കനാൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ നെഗേവ് മരുഭൂമിയിലൂടെയാണ്. ഇതിന് നിർമ്മാണ ചെലവ് കൂടുതലാണെങ്കിലും സൂയസ് കനാലിനേക്കാൾ ആഴവും വീതിയും കൂടിയ പാത നിർമ്മിക്കാൻ ഇത് സൗകര്യമൊരുക്കുന്നു. വലിയ കണ്ടെയ്നർ കപ്പലുകൾക്കും ഓയിൽ ടാങ്കറുകൾക്കും ഒരേ സമയം ഇരു ദിശകളിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാധുനികമായ ഒരു കനാൽ യാഥാർത്ഥ്യമായാൽ സൂയസിനെ ആശ്രയിക്കുന്നത് ലോകരാജ്യങ്ങൾ പടിപടിയായി കുറയ്ക്കും. ഇത് ഈജിപ്തിന് പ്രതിവർഷം ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തും. ചുരുക്കത്തിൽ ലോക വ്യാപാരത്തിന്റെ താക്കോൽ കെയ്റോയിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറുന്ന കാഴ്ചയായിരിക്കും ഇത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബെൻ ഗൂരിയൻ കനാൽ എന്നത് ഒരു പുതിയ എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. നിലവിൽ റെഡ് സീയിലെയും പശ്ചിമേഷ്യയിലെയും സുരക്ഷാ ചുമതല ഭീമമായ തുക ചെലവഴിച്ചാണ് അമേരിക്ക നിർവഹിക്കുന്നത്. എന്നാൽ തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിന് കടലിൽ ഒരു മേധാവിത്വം ലഭിച്ചാൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ നാവിക വ്യൂഹത്തെ മറ്റ് മേഖലകളിലേക്ക് മാറ്റാൻ സാധിക്കും. കൂടാതെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ സുയസ് പാതയിൽ സൃഷ്ടിക്കുന്ന ഭീഷണിയിൽ നിന്ന്
മോചനം നേടാനും ഈ പുതിയ പാത സഹായിക്കും. $40 ട്രില്യൺ കടബാധ്യതയുള്ള അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ ഗാർഡായി തുടരുന്നത് സാമ്പത്തികമായി വലിയ ബാധ്യതയാണ്. ഇസ്രയേൽ വഴി സുരക്ഷിതമായ ഒരു വ്യാപാര പാത ലഭിക്കുന്നതോടെ അമേരിക്കയുടെ ഭൗമ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടും. ഗാസയിലും ലെബനനിലും നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളെ ഈ കനാൽ പദ്ധതിയുമായി ബന്ധിപ്പിച്ച് വായിക്കുന്നവരും കുറവല്ല. ഗാസ മുനമ്പിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ കനാലിന്റെ മെഡിറ്ററേനിയൻ പ്രവേശന കവാടത്തിന് തൊട്ടടുത്താണ്. അതിനാൽ തന്നെ ഇത്തരമൊരു വമ്പൻ പദ്ധതിയുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ അതിർത്തികളിൽ കനത്ത നിയന്ത്രണം ആവശ്യമാണ്. നിലവിലെ യുദ്ധങ്ങൾ ഈ മേഖലയിലെ പ്രതിരോധ വേലികൾ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിലെ വ്യാപാര പാതയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഘടകങ്ങളെ നീക്കം ചെയ്യുന്നതിനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണോ എന്ന സംശയം പല അന്താരാഷ്ട്ര നിരീക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈജിപ്തിനെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്നതിലൂടെ ആ രാജ്യത്തെ പാശ്ചാത്യ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ വിധേയമാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. വ്യാപാരത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ മിഡിൽ ഈസ്റ്റിനെയാണ് പാശ്ചാത്യ ശക്തികൾ സ്വപ്നം കാണുന്നത്. എങ്കിലും ബെൻഗൂരിയൻ കനാൽ എന്നത് അത്ര എളുപ്പത്തിൽ യാഥാർത്ഥ്യമായേക്കാവുന്ന ഒന്നല്ല എന്ന വസ്തുതയും നാം തിരിച്ചറിയണം. ഇതിനായി വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യതയും സാങ്കേതിക വെല്ലുവിളികളും അതിഭീമമാണ്. നെഗേവ് മരുഭൂമിയിലെ പർവ്വതങ്ങളും കുന്നുകളും വെട്ടിമാറ്റി കനാൽ നിർമ്മിക്കുന്നത് പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കും. കൂടാതെ ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന പുതിയ ആഗോള ചേരികൾ ഇത്തരം ഒരു പാശ്ചാത്യ അനുകൂല പദ്ധതിയെ എങ്ങനെ വീക്ഷിക്കുമെന്നതും നിർണായകമാണ്. ഈജിപ്റ്റ് എന്ന വലിയൊരു പ്രാദേശിക ശക്തിയെ പൂർണ്ണമായും പിണക്കിക്കൊണ്ട് ഇത്തരമൊരു നീക്കത്തിന് ഇസ്രയേലിന് എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയുമെന്നതും ചോദ്യചിഹ്നമാണ്. എങ്കിലും നെഗേവ് മരുഭൂമിയിൽ ഇന്ന് കേൾക്കുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ശബ്ദം വെറുമൊരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെതല്ല, മറിച്ച് ലോക വ്യാപാരത്തിന്റെ ചരിത്രം മാറ്റിയെഴുതാനുള്ള ഒരു പുതിയ വലിയ പടയൊരുക്കത്തിൻ്റെതാണ്. ചുരുക്കത്തിൽ ബെൻഗൂരിയൻ കനാൽ എന്നത് വെറുമൊരു ഭാവനയല്ല, മറിച്ച് മാറ്റത്തിന്റെ പുതിയൊരു അധ്യായമാണ്. സൂയസ് കനാൽ ഒരു കാലത്ത് ലോകത്തെ എങ്ങനെ മാറ്റിമറിച്ചോ അതുപോലെ തന്നെ ഈ പുതിയ പാതയും ആഗോള രാഷ്ട്രീയത്തെ പുനർനിർവചിക്കും. ഈജിപ്തിന് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ ഇസ്രയേൽ ഭാവിയിലെ വലിയൊരു സാമ്പത്തിക കേന്ദ്രമായി മാറും. മിഡിൽ ഈസ്റ്റിലെ മണലാരണ്യങ്ങൾക്കിടയിൽ വെള്ളം ഒഴുകുമ്പോൾ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വഴിവെക്കും. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഈ വമ്പൻ പദ്ധതിയിലേക്കുള്ള ചുവടുവയ്പ്പാണോ എന്ന് വരും വർഷങ്ങൾ തെളിയിക്കും. സാമ്പത്തിക സ്വയംഭരണത്തിനായുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ കുതിച്ചുചാട്ടം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ടതാണ്. വരും തലമുറകൾ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ പോകുന്നത് ഒരുപക്ഷെ സൂയസിന്റെ തകർച്ചയെക്കുറിച്ചും ബെൻഗൂരിയൻ കനാലിന്റെ ഉദയത്തെക്കുറിച്ചുമായിരിക്കും. തൃശൂർ അറങ്ങാട്ടുകരയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കടുക്കശ്ശേരി തച്ചുകുന്ന് പ്രദേശത്ത് താമസിക്കുന്ന തച്ചോട്ട് വീട്ടിൽ 72-കാരി സഫിയാണ് മരിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കവരാനായി ഇവരെ കൊലപ്പെടുത്തിയതാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം വ്യക്തമാകുമെന്നും അന്വേഷണം ഊർജിതമാക്കിയായെന്നും പോലീസ് പറഞ്ഞു. ആറങ്ങോട്ടുകര കടുകുശ്ശേരി തച്ചുകുന്ന് പ്രദേശത്ത് മസ്ജിദിന് സമീപം താമസിക്കുന്ന 72-കാരിയായ സഫിയയാണ് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ച സഫിയയുടെ ശരീരത്തിൽ സ്ഥിരമായി കാണാറുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ ചെറിയ മുറിപ്പാടുകളുണ്ടെന്നും പറയപ്പെടുന്നു. ഇതാണ് കൊലപാതകമാണെന്ന് സംശയമുയരാൻ കാരണം. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടൊരു പ്രദേശത്താണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ മോള് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോയൊരു ടൈമിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും കാര്യമായിട്ട് അന്വേഷണം വേണം, എന്താണ് സത്യം എന്നുള്ളത് അറിയണം. ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. 200 മീറ്റർ ചുറ്റളവിൽ വിജനമായ സ്ഥലത്തിന് നടുവിലാണ് സഫിയ താമസിക്കുന്ന വീട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവർ രാത്രി ഉറങ്ങാൻ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലാണ് പോവാറുള്ളത്. എന്നാൽ 2 ദിവസമായി സഫിയെ പുറത്തു കാണാത്തതിനാൽ നാട്ടുകാർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവരോട് പറഞ്ഞിരിക്കുന്നത് വീടിനടുക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോയില്ല. ഇവർ വിചാരിച്ചു അങ്ങോട്ട് പോയിണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇവർക്ക് വിളിച്ചു നോക്കുമ്പോ ഇവര് പറഞ്ഞത് ഹോസ്പിറ്റലിലാണ്, അവിടെ പോയി അടുത്ത വീട്ടിൽ പോയിരുന്നോടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ വന്നിട്ട് വിളിക്കാം, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ വീടിന്റെ ഇതിന്റെ വഴിയുണ്ട്, അല്ലെങ്കിൽ ഈ പാടത്ത് കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം, അങ്ങനെ അവിടെ പോകാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കണ്ടില്ല. പിറ്റേ ദിവസം 11 മണിക്കാണ് മകള് വിളിക്കുന്നത്
അപ്പോഴും ഫോൺ എടുക്കണില്ല. വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് മറ്റുള്ളവർക്ക് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് അന്വേഷണങ്ങൾ നടത്തി എല്ലാവരും വന്നത്. കുന്നംകുളം ഡിവൈഎസ്പി മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോസ്കോഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. സ്പെഷ്യൽ ഡേയിലേക്ക് നമുക്ക് പോകാം. കൊല്ലം കടക്കൽ സ്വദേശികളായ അഞ്ജു പൂർണിമ ദമ്പതികളുടെ 4ാം വിവാഹ വാർഷികം ആശംസകളുമായി കുടുംബവും സുഹൃത്തുക്കളും. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.